ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദിൽ 2 ബാബുകൾ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ബാബിൽ തൗഹീദ് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണവും അതുപോലെ തൗഹീദിന്റെ മറ്റു പല ഫദ്ലുകളും ശ്രേഷ്ഠതകളും നമ്മൾ പറഞ്ഞു. അതിനുശേഷമുള്ള ബാബു മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബിൻ. ആരാണോ തൗഹീദ് സാക്ഷാത്കരിക്കുന്നത്, തഹ്ഖീഖ് ചെയ്യുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ബിഗൈരി ഹിസാബിൻ, ഒരു വിചാരണയുമില്ലാതെ. നമ്മൾ ഈ കിതാബിന്റെ ആമുഖത്തിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, തൗഹീദിനെ 3 മർത്തബകളിലായിട്ട് ഉലമാക്കൾ പഠിപ്പിച്ചത്. ഒന്നാമത്തേത് തൗഹീദുൽ അസ്ലി എന്ന് പറയുന്ന നിർബന്ധമായിട്ടും ഓരോ ആൾക്കും ഉണ്ടായിരിക്കേണ്ട തൗഹീദ്, അഥവാ അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതെ അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, ഹറാമുകൾ ഒഴിവാക്കുന്ന അവസ്ഥ. അതിനുശേഷമുള്ള തൗഹീദിനെ തഹ്ഖീഖുൽ തൗഹീദ് എന്ന് പൊതുവായി പറയും. അതിൽ തന്നെ 2 ഘട്ടങ്ങളായിട്ട് തിരിക്കാറുണ്ട്. ആ 2 ഘട്ടങ്ങളിൽ ഒന്നാമത്തേത് തഹ്ഖീഖുൽ തൗഹീദിൽ തന്നെ 2 ഘട്ടങ്ങളിൽ ഒന്നാമത്തേത് വാജിബായ തൗഹീദ് എന്ന് പറയും. അതായത് ഷിർക്കിന്റെ ചെറിയ ഇനങ്ങൾ പോലും ഇല്ലാതെ മക്രൂഹാത്തുകൾ വരെ ഒഴിവാക്കുന്ന ഒരവസ്ഥ. അഥവാ ഹറാമുകൾ മാത്രമല്ല, കറാഹത്തുകൾ പോലും ഒഴിവാക്കി ധാരാളം സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ ചെയ്യുന്ന ആ ഒരവസ്ഥ. അതിനും മുകളിലുള്ളതാണ് മുസ്തഹബ്ബായ തൗഹീദ് എന്ന് പറയുന്നത്, തഹ്ഖീഖുൽ തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ. അവിടെ ഒരടിമ ഹറാമുകൾ ഒഴിവാക്കുന്നു, മക്രൂഹാത്തുകൾ ഒഴിവാക്കുന്നു, അതോടൊപ്പം ഫുദൂലുകളും, അഥവാ ഒരു കാര്യത്തിൽ അമിതമായിട്ടുള്ള കാര്യങ്ങൾ, ഹലാലായിരിക്കും പക്ഷെ അത് തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അവന്റെ ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്തുകൊണ്ട്, അവൻ ആവശ്യത്തിനുള്ളത് മാത്രം മുഴുകിക്കൊണ്ട് അള്ളാഹുവിനുള്ള അനുസരണങ്ങൾ ഫർളും സുന്നത്തും അതുപോലെ ജീവിതത്തിൽ ധാരാളം പകർത്തി അങ്ങനെയുള്ള അവസ്ഥ, അതാണ് മുസ്തഹബ്ബായ തൗഹീദ്. തഹ്ഖീഖുൽ തൗഹീദിന്റെ 2 ഭാഗങ്ങളായിട്ട് എണ്ണിയിട്ടുള്ളത്. ഇതല്ലാതെയും വേറെ ചില പേരുകളിലും വേറെ ചില അർത്ഥങ്ങളിലും ഈ 3 തൗഹീദിന്റെ മർത്തബകളെ, ദറജകളെ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഈ പറഞ്ഞ ആശയത്തിലാണ് വരുന്നത്. പറയുന്ന പേരുകളിലോ മറ്റോ ചില വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. ഇവിടെ ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ചർച്ച ചെയ്യുന്ന വിഷയം, കഴിഞ്ഞ 2 ബാബുകളിലും തൗഹീദിന്റെ പ്രാധാന്യവും തൗഹീദ് കൊണ്ടുള്ള ഫദ്ലുകളും എല്ലാം പറഞ്ഞു. ഇവിടെ തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ പൂർണ്ണമായ രൂപമായ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലമാണ്. തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആൾക്ക് തൗഹീദിന്റെ ഒരു അംശമുണ്ടെങ്കിൽ അവൻ എന്നെങ്കിലും ഒരു നാൾ സ്വർഗത്തിൽ പ്രവേശിക്കും, നമ്മൾ പറഞ്ഞു. എന്നാൽ തൗഹീദിന്റെ പൂർണ്ണത കൈവരിച്ച ആളുകൾ, അവർക്ക് ഒരു വിചാരണ ഉണ്ടാവുകയില്ല, അവർക്കൊരു ശിക്ഷ ഉണ്ടാവുകയില്ല, ഒന്നുമില്ലാതെ അവർക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളുമാണ് ഈ ബാബിൽ പറയുന്നത്. ആദ്യം നമ്മൾ ആയത്തുകൾ ഓരോന്ന് വായിക്കാം. വഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഇന്ന ഇബ്രാഹീമ, സൂറത്തുൽ നഹ്ലിലെ ആയത്താണ്. ഇന്ന ഇബ്രാഹീമ, തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കാന ഉമ്മതൻ, ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്നുള്ളതിന് 2 ആശയത്തിൽ ഉലമാക്കൾ പറയാറുണ്ടായിരുന്നു. ഇമാമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമുദായമായിട്ട് മൊത്തമായി നിലനിന്ന ആളായിരുന്നു. കാരണം പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പറയുന്ന സമയത്ത്, ആ കാലത്ത് ഇബ്രാഹിം നബി മാത്രമാണ് തൗഹീദിലായിട്ടുണ്ടായിരുന്നത്, ഒരു ഉമ്മത്തായിട്ട് നിൽക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൂർണ്ണമായ അനുസരണവും കീഴൊതുക്കവുമുള്ള ആളായിരുന്നു.
ഹനീഫൻ എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ ഒരംശവുമില്ലാതെ പൂർണ്ണമായ തൗഹീദിലായിക്കൊണ്ട് നിൽക്കുന്നതിനാണ് ഹനീഫ് എന്ന് പറയുന്നത്. ഹനീഫിന്റെ തഅരീഫ് പറയുന്നിടത്ത് മാഇലൻ അനി ഷിർക്ക് ജാനിഹൻ ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറി തൗഹീദിലേക്ക് പൂർണ്ണമായി എത്തുന്ന അവസ്ഥ. വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെട്ടവനെ ആയിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രധാനമായിട്ടുള്ള 4 വിശേഷണങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ഏതൊരാൾക്കും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 4 വിശേഷണങ്ങളാണിവ. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും ചരിത്രവും പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, തൗഹീദിന്റെ അടിസ്ഥാനം മുതൽ അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം വരെ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുത്ത വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം, സ്വന്തം വീടും നാടും എല്ലാം തൗഹീദിന്റെ പേരിൽ വിട്ടുപോരുമ്പോ അനുവദനീയമായിട്ടുള്ള ഒരു ഇഷ്ടം, തന്റെ മകനോടുള്ള ഇഷ്ടം, അതിനേക്കാളും അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവാണ് വലുത് എന്ന് ജീവിതത്തിൽ തെളിയിച്ചു കൊടുത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ 4 വിശേഷണങ്ങളാണ് ഈ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റേതായിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് എന്താണ്? കാന ഉമ്മതൻ, ഇമാമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഏതൊരു സമൂഹത്തിനും നേതാവായി നിൽക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ തൗഹീദിന്റെ പേരിൽ നിലകൊണ്ടിരുന്ന ഒരു സമൂഹമായിക്കൊണ്ട് നേതൃത്വത്തിനുള്ള യോഗ്യതകളുള്ള ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരാൾ ഇമാം ആവണമെങ്കിൽ, അഥവാ ദീനിൽ ഇമാമത്ത്, നേതൃത്വം, സ്ഥാനം ലഭിക്കണമെങ്കിൽ 2 ഗുണങ്ങളാണ് അവനുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു തആല സൂറത്ത് സജ്ദയിൽ പറഞ്ഞ പോലെ വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരിൽ നിന്ന് നാം ഇമാമിങ്ങളെ, ദീനിന്റെ നേതൃത്വത്തിന് ആളുകളെ തെരഞ്ഞെടുത്തു. അവർ എന്ത് ആയതുകൊണ്ട്? അവർ സബർ, ക്ഷമയുള്ളവരും അതുപോലെ യഖീൻ, ദൃഢതയുള്ള ആളുകളുമായിക്കൊണ്ട്. അപ്പൊ ദീനിൽ ഇമാമത്ത് ലഭിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട 2 വിശേഷണങ്ങൾ: ഒന്ന് സബർ ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം; 2 അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം, ദൃഢത ഉണ്ടായിരിക്കണം എല്ലാ മേഖലയിലും, ദീനിന്റെ എല്ലാ മേഖലയിലും. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇമാമായിരുന്നു, ഏറ്റവും നല്ല മാതൃകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ വിശേഷണം ക്ഷമയും യഖീനുമുള്ള ആളുകളായിരിക്കണം തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നവർ. രണ്ടാമത്തെ വിശേഷണം ഈ ആയത്തിൽ പറഞ്ഞു ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് കീഴൊതുങ്ങിയവൻ. ഖാനിതൻ എന്ന് പറഞ്ഞാൽ ഖാശിഅൻ, പൂർണ്ണമായ വിധേയത്വവും താഴ്മയും കാണിക്കുന്നവൻ; മുതീഅൻ, അനുസരിക്കുന്നവൻ; മുദാവമൻ അലാ ഇബാദത്തില്ലാ, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ സ്ഥിരതയോടുകൂടി പൂർണ്ണമായി കീഴൊതുക്കവും അനുസരണവുമുള്ള ആൾ എന്നാണ് ഖാനിതൻ എന്നതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങുന്ന, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുന്ന ആളായിരിക്കണം. രണ്ടാമത്തെ വിശേഷണം അതാണ്. മൂന്നാമത്തെ വിശേഷണം ഹനീഫൻ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി തിരിഞ്ഞിരിക്കണം. ഷിർക്കിന്റെ അംശങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മുഅരിദൻ അനി ഷിർക്ക്, ഷിർക്കിൽ നിന്ന് തിരിഞ്ഞു കളയണം. അത് വലുത് ഉണ്ടാകാൻ പാടില്ല, ചെറുതും ഉണ്ടാകാൻ പാടില്ല, ഗോപ്യമായിട്ടുള്ള അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. ഷിർക്കിന്റെ ഒരംശവും ഇല്ലാത്തവനായിരിക്കണം. മുഖ്ബിലൻ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് മാത്രമായി മുന്നിട്ട് തൗഹീദിന്റെ എല്ലാ വശങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളായിരിക്കണം. അതാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ. നാലാമത്തേത് വലം യകു മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല, അഥവാ ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് കാണിക്കുന്ന, അകൽച്ച വെക്കുന്ന ആളായിരിക്കണം. ഷിർക്കിന്റെ ആളുകളെ ഉറ്റമിത്രമായി എടുക്കുകയും ഷിർക്കൻ പ്രവർത്തനങ്ങളോട് യാതൊരുവിധ വിദ്വേഷവുമില്ലാതെ, ഒരു അകൽച്ചയുമില്ലാതെ, ഒരലംഭാവം കാണിച്ച് ഷിർക്കൻ പ്രവർത്തനങ്ങളോടൊപ്പം യോജിച്ചു നിൽക്കുന്ന ഒരാളല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അങ്ങനെയുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ 4 വിശേഷണങ്ങൾ ആർക്കാണ് ഉള്ളത്, അവനാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്യേണ്ട അടിസ്ഥാന വിശേഷണങ്ങൾ ഉള്ളവൻ. അപ്പൊ ഈ 4 വിശേഷണങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തൗഹീദ് സാക്ഷാത്കരിക്കാൻ ഈ 4 വിശേഷണങ്ങൾ ഉണ്ടായിരിക്കണം. അതിനാലാണ് ഈ ബാബിൽ ഈ ആയത്തിനെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുക്കാനുള്ള കാരണം. രണ്ടാമത്തെ ആയത്ത് വഖാല വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, സൂറത്തുൽ മുഅ്മിനൂനിൽ
തൗഹീദുള്ള മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്വർഗാവകാശികളായിട്ടുള്ള മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ആളുകളായിട്ട് എണ്ണി പറഞ്ഞിടത്ത് അവരെ വിശേഷണമായി പറഞ്ഞു വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവരുടെ റബ്ബിൽ ഒന്നിനെയും പങ്കുചേർക്കുന്നവരല്ല. അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതൊരു കാര്യത്തിലും, അത് നിസ്കാരം, സുജൂദ്, ദുആ, അറവ്, നേർച്ച, ഭയം, പ്രതീക്ഷ, സ്നേഹം, അങ്ങനെ എന്തൊരു കാര്യവും ബാഹ്യമായതാവട്ടെ ആന്തരികമായതാവട്ടെ അതൊന്നും അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാത്ത ആളുകളാണ് സ്വർഗാവകാശികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണത്. അപ്പോൾ സ്വർഗം ലഭിക്കുന്നവർ ആ ശിർക്കിന്റെ അംശമില്ലാത്ത ആളുകളാണ്, അഥവാ തൗഹീദ് തഹ്ഖീഖ് ചെയ്തവരാണ് എന്നറിയിക്കാനാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹദീസാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം, മഹത്തായ പ്രതിഫലം എന്താണെന്ന് അറിയിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. ഹദീസ് വായിക്കാം, കുറച്ച് വലിയ ഹദീസാണ്. عن حسين بن عبد الرحمن قال حسين بن عبد الرحمن تابعي ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു كنت عند سعيد بن جبير, ഞാൻ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. فقال أيكم رأى الكوكب الذي انقض البارحة. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് ഇന്നലെ രാത്രി ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തിന്റെ മേലെ വന്ന് വീഴുന്ന ആ രീതിയിലുള്ള ആ കാര്യം, ആകാശത്ത് നക്ഷത്രം മറ്റൊന്നിന്റെ മേലെ പോയി വീഴുന്ന രീതിയിലുള്ളത് ആ കാഴ്ച കണ്ടത് ആരാണെന്ന് ചോദിച്ചു. ബാരിഹത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി എന്നർത്ഥം. ഫഖുൽതു, അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന ഈ വ്യക്തി താബി അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ثم قلت, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലം അകുൻ ഫീ സ്വലാത്തിൻ, ഞാൻ നിസ്കരിക്കുന്ന ഒരാളായിരുന്നില്ല. അഥവാ രാത്രിയിലാണ് കാര്യം നടന്നിട്ടുള്ളത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്. അപ്പോ ഇത് ഈ വ്യക്തി കണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്ത്, ഇവൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റതായിരിക്കും, ഇബാദത്തിലായി മുഴുകുന്ന സമയത്ത് എഴുന്നേറ്റപ്പോൾ കണ്ടതായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യാത്തൊരു കാര്യത്തിന്റെ മേൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ ആളുകളാൽ പിന്നെ നല്ലൊരാളായിട്ട് ചെയ്തിട്ടില്ല, ചെയ്യാത്തൊരു കാര്യമാണ്, അതിന്റെ പേരിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി തബീആയിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്ന ഒരാളായോണ്ടല്ല, വലാകിന്നി ലുദിഗ്തു, എനിക്ക് തേളിന്റെയോ മറ്റോ കടിയേറ്റു, രാത്രി തേളോ മറ്റോ എന്നെ കടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഉറക്കമില്ലാതെ ഇരുന്നത്. ഖാല ഫമാ സനഅത, ഇത് കേട്ടപ്പോൾ സഈദ് ഇബ്നു ജുബൈർ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? തേള് കടിച്ചല്ലോ, അപ്പൊ നീ എന്താണ് ചെയ്തത്? ഖുൽതു ഇർതഖൈതു, അദ്ദേഹം പറഞ്ഞു, ഞാൻ റുഖിയ ചെയ്യാൻ എന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് ആവശ്യപ്പെട്ടു, റുഖിയ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. രോഗം എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ കൊണ്ടും അതുപോലെ ദുആകൾ കൊണ്ടും എല്ലാം ചെയ്യുന്ന റുഖിയ ചെയ്യാൻ എന്റെ ഒപ്പമുണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടു, റുഖിയ ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഖാല ഫമാ ഹമലക അലാ ദാലിക്, അപ്പോ സഈദ് ഇബ്നു ജുബൈർ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇതിന് റുഖിയ ചെയ്യാമെന്നുള്ള മനസ്സിലായത്? എന്താണ് അതിനുള്ള തെളിവ്? എവിടെ നിന്നാണ് നിനക്ക് അതിന് തെളിവ് ലഭിച്ചത്? അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിനെന്താണ് തെളിവ് എന്നറിയണം. അപ്പൊ എന്താണ് ഇതിനുള്ള തെളിവ്? നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഖുൽതു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ഹദ്ദസനാഹു ശഅബി, ശഅബി ഉദ്ധരിച്ചിട്ടുള്ള, ഞങ്ങൾക്ക് ഉദ്ധരിച്ചു തന്ന ഒരു ഹദീസ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഖാല വമാ ഹദ്ദസകും, അപ്പൊ ചോദിച്ചു, എന്താണ് ശഅബി നിങ്ങൾക്ക് ഉദ്ധരിച്ചു തന്ന ഹദീസ് എന്താണെന്ന് ചോദിച്ചു. ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ധരിക്കുന്ന ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറയാണ്, ഞാൻ പറഞ്ഞു, ഹദ്ദസനാ അൻ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് അന്നഹു ഖാല, ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബിൽ നിന്ന് ശഅബി ഉദ്ധരിച്ചതാണ്, ഖാല ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ റുഖിയത, റുഖിയ ഇല്ലാ മിൻ ഐനിൻ, ഒന്നീ കണ്ണേറിന്, അല്ലെങ്കിൽ ഔ ഹുമത്തിൻ, അല്ലെങ്കിൽ തേളോ മറ്റുമായി കടി കൊണ്ട് വിഷമേൽക്കുന്ന കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. ഖാല ഖദ് അഹ്സന മൻ ഇൻതഹാ ഇലാ മാ സമിഅ, ഇത് കേട്ടപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, താൻ കേട്ട ഒരു അറിവ് അതനുസരിച്ച് കർമ്മം ചെയ്തവൻ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് ഒരു കാര്യം ചെയ്യാൻ അവന് തെളിവുണ്ട്, അവൻ ലഭിച്ചിട്ടുണ്ട്, തെളിവ് ലഭിച്ചിട്ടുണ്ട്, അറിവ് ലഭിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ കർമ്മം ചെയ്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു.
വലാകിൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഹദ്ദസന ഇബ്നു അബ്ബാസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങളിൽ വേറൊരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് സഈദ് ഇബ്നു ജുബൈർ. വേറൊരു കാര്യം ഞങ്ങൾക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു عرضت علي الأمم فرأيت النبي ومعه الرهط والنبي ومعه الرجل والرجلان. എന്റെ അടുക്കൽ നാളെ പരലോകത്ത് അവസ്ഥയിൽ ഓരോ സമൂഹത്തെ പ്രദർശിപ്പിക്കപ്പെട്ടു. അങ്ങനെ അത് കാണിക്കപ്പെട്ട സമയത്ത് അതിൽ ചില നബിമാരോടൊപ്പം 10 താഴെയുള്ള ആളുകൾ മാത്രമുള്ളതായി കണ്ടു. മറ്റു ചില നബിമാരോടൊപ്പം ഒരാൾ മാത്രമേ ആ നബിയെ അംഗീകരിച്ച് പിന്തുടർന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 ആളുകൾ മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ കണ്ടു. വന്നബിയ വലൈസ മഅഹു അഹദുൻ, അങ്ങനെ ഒരാളും വിശ്വസിക്കാത്ത, ഒരാളും ഒപ്പമില്ലാത്ത നബിയെയും ഞാൻ കണ്ടു. അഥവാ ഓരോ നബിയോടൊപ്പം അവരുടെ ഉമ്മത്ത് വരുമ്പോ ചില നബിമാരോടൊപ്പം ആരും വിശ്വസിച്ചിട്ടില്ല, എല്ലാവരും ആ നബിയെ കളവാക്കി. അങ്ങനെയും ചിലരെ കണ്ടു. എന്നിട്ട് പറഞ്ഞു ഇത് റുഫിഅ ലി സവാദുൻ അദീമുൻ, അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് വലിയ ഒരു കൂട്ടം ആളുകൾ, അഥവാ ഒരു വലിയ സംഘം, ഒരു സമൂഹത്തെ കണ്ടു. ഫവനൻതു അന്നഹും ഉമ്മത്തി, ഞാൻ വിചാരിച്ചു അതെന്റെ ഉമ്മത്താണ് എന്ന്, എന്റെ ഉമ്മത്താണെന്ന്. ഫഖീല ലി, പക്ഷെ എന്നോട് പറയപ്പെട്ടു ഹാദാ മൂസ വഖൗമുഹു, അത് മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലാണ്. ഫനവർതു ഫഇദാ സവാദുൻ അദീമുൻ, അങ്ങനെ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും ഒരു വലിയ കൂട്ടം ആളുകളെ കണ്ടു. ഫഖീല ലി, എന്നിട്ട് എന്നോട് പറയപ്പെട്ടു ഹാദിഹി ഉമ്മതുക, ഇത് നിന്റെ ഉമ്മത്താണ്. വമഅഹും 70,000, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്. അഥവാ നിന്റെ ഉമ്മത്തിൽ അതിൽപ്പെട്ട 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഒരു വിചാരണയില്ലാതെ, ഒരു ശിക്ഷയുമില്ലാതെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. തുമ്മ നഹബ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇത്രമാത്രം പറഞ്ഞിട്ട് സഹാബികൾ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. ഫദഖല മൻസിലഹു ഫഖാവ الناس في اولئك, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ആളുകൾ ആകെ സംശയത്തിലായി. ആളുകൾ പരസ്പരം ഈ കൂട്ടർ, അഥവാ ഈ 70,000 ആളുകൾ ആരാണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അതിന്റെ സംസാരത്തിലേക്ക് മുഴുകി. ഫഖാല ബഅ്ദുഹും, അങ്ങനെ ചില സ്വഹാബികൾ പറഞ്ഞു ഫലഅല്ലഹുൽ ലദീന സഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുന്ന ആളുകളായിരിക്കും, സ്വഹാബികളായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാല ബഅ്ദുഹും, മറ്റു ചിലർ പറഞ്ഞു ഫലഅല്ലഹുൽ ലദീന വുലിദു ഫിൽ ഇസ്ലാം ഫലം യുശ്രികു ബില്ലാഹി ഷൈആ, മറ്റു ചിലർ പറഞ്ഞു ഇസ്ലാമിലായിക്കൊണ്ട് ജനിച്ച് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളായിരിക്കും, അങ്ങനെ മരണപ്പെടുന്ന ആളുകളായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വദക്കറു അഷ്യ, അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ ആ 70,000 കൂട്ടർ ആരാണ് എന്ന് പരസ്പരം പറയാൻ തുടങ്ങി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറൂഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പുറത്തേക്ക് വന്ന് ആളുകളെ അറിയിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ആ കൂട്ടർ, ആ 70,000 ആളുകൾ എന്ന് പറഞ്ഞാൽ ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്ത ആളുകളാണ്. റുഖിയ ചെയ്യാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെടാത്ത ആളുകളാണ്. വലാ യക്തവൂൻ, യക്തവൂൻ എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിച്ചുകൊണ്ടുള്ള ചികിത്സ. ഇപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കളോ മറ്റോ എന്തുണ്ടെങ്കിൽ അന്ന് കാലത്ത് അത് കരിച്ചു കളയുന്ന രൂപത്തിൽ ചെയ്യുന്ന ചികിത്സയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാത്ത ആളുകളാണ്. വലാ യതതയ്യറൂൻ, ശകുനം നോക്കാത്ത, പക്ഷികളെ വിട്ടുകൊണ്ട് അന്ന് ശകുനം നോക്കുന്ന രീതിയുണ്ട്. ശകുനം നോക്കാൻ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കാൻ വേണ്ടി അന്ന് കാലത്ത് അറബികൾ പക്ഷിയെ പറത്തിവിട്ട് അത് വലതുഭാഗത്തേക്ക് പോയാൽ അത് നല്ലതാണ്, ഇടതുഭാഗത്തേക്ക് പോയാൽ അത് ശരിയല്ല എന്ന നിലയ്ക്ക് ശകുനം നോക്കാറുണ്ട്. അങ്ങനെ ചെയ്യാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഫഖാമ ഉഖാശത്ത് ഇബ്നു മിഹ്സൻ, ആ സമയത്ത് ഉഖാശത്ത് ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഫഖാല ഉദ്ഉല്ലാഹ അയ്യജ്അലനി മിൻഹും, റസൂലേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അയ്യജ്അലനി മിൻഹും, എന്നെ
ആ കൂട്ടത്തിൽ ആ 70,000 ഉൾപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹു, നീ അവരിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു, നീ അവരിൽപ്പെട്ടവനാണ്. ثم قام رجل آخر, പിന്നെ വേറൊരാൾ എഴുന്നേറ്റ്, ഇത് കേട്ടപ്പോൾ വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, فقال ادعوا الله ان يجعلني منهم, ഞാനും അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം റസൂലേ എന്ന് പറഞ്ഞു. فقال, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, നിന്നെ ഈ വിഷയത്തിൽ ഉക്കാശ മുൻകടന്നിരിക്കുന്നു. കാരണം ഉക്കാശ അത് ആദ്യം ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞു, ഇനി ആരൊക്കെയാണുള്ളത് എന്നറിയില്ല. അപ്പോൾ ഉക്കാശ നിന്നെ ആ വിഷയത്തിൽ മുൻകടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും തിർമിദി, ദാരിമി, അഹ്മദ് എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്താണ് ഈ ഹദീസിൽ അറിയിക്കുന്ന കാര്യം? ഈ ഹദീസിൽ ഒന്നാമത്തെ സംഭവം, ഒരു താബിഈയായ വ്യക്തി അദ്ദേഹത്തിന്റെ രാത്രി തേളോ മറ്റോ കടിച്ച സമയത്ത് അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നവരോട് റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിൽ ശിഫ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. റുഖ്യ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടും അതുപോലെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ദുആകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി ആ ദുആകളും ആ ഖുർആനും പാരായണം ചെയ്ത് ആ ദുആകൾ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് തേടുന്ന രീതിക്കാണ് റുഖ്യ എന്ന് പറയുന്നത്. പല രോഗങ്ങൾക്കും അത് ശിഫ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്കും അവിടുത്തെ കുടുംബത്തിനും വേണ്ടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റുഖ്യ ചെയ്തു കൊടുക്കാൻ തന്റെ സഹോദരൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ റുഖ്യ ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശർഈ ആയിട്ടുള്ള ദീനിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ ആയത്തുകളും ദുആകളും കൊണ്ട് ചെയ്യുന്നതിന് റുഖ്യ ശർഈയ എന്ന് പറയും. എന്നാൽ ശിർക്കിയായ റുഖ്യയുണ്ട്, അഥവാ ഖുർആനിന്റെ ആയത്തുകളോ ഹദീസുകളോ അല്ലാതെ ശിർക്കിന്റെ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന റുഖ്യയുടെ രൂപങ്ങളുണ്ട്. അത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, അത് ഒഴിവാക്കണം. എന്നാൽ ഖുർആൻ കൊണ്ടും ദുആകൾ കൊണ്ടും ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സഹാബി രാത്രിയിൽ തന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് റുഖ്യ ചെയ്യാൻ, തന്റെ ഈ തേള് കടിച്ച് നീങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോ സഈദ് ഇബ്നു ജുബൈർ എന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ ചോദിച്ചു, എന്താണ് നിനക്ക് അതിന് തെളിവ് കിട്ടിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കണ്ണേറിനും അതുപോലെ തന്നെ തേളിന്റെ കടിയുമെല്ലാം ഏറ്റുകഴിഞ്ഞാൽ റുഖ്യ ഉപകാരപ്രദമാണ്, അത് ചെയ്യാമെന്നുള്ള ഹദീസ് പറഞ്ഞു. ആ സമയത്ത് സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനേക്കാൾ അഫ്ളലായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട് എന്ന്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ സംഭവം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പ്രദർശിക്കപ്പെട്ടു, സ്വപ്നത്തിലോ അതല്ലാതെ എല്ലാം കാണിക്കപ്പെട്ടു. അതിൽ നാളെ പരലോകത്ത് ഓരോ നബിയും സമൂഹവും വരുമ്പോൾ അതിൽ കുറഞ്ഞ ആളുകളും ഒന്നോ രണ്ടോ ആളുകളും അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ വലിയ ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി കാണുകയും അതിൽ 70,000 ആളുകൾ വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അങ്ങനെ സഹാബികൾ ഇതാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോയപ്പോൾ സഹാബികൾ പലരെയും പറ്റി പറഞ്ഞു, ഇവരായിരിക്കാം. സഹാബികൾ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ കാര്യമാണ്, ആ കൂട്ടർ, ആ 70,000 ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖ്യ ചെയ്യാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുകയില്ല. അഥവാ എനിക്കൊന്ന് റുഖ്യ ചെയ്തു തരണം, എന്റെ ഈ രോഗത്തിന് ശിഫ ആകാൻ വേണ്ടി ഒന്ന് ഖുർആൻ ഓതി തരണം, അല്ലെങ്കിൽ ഈ ദുആകൾ കൊണ്ട് എന്നെ ഒന്ന് റുഖ്യ ചെയ്യണം എന്ന് ആവശ്യപ്പെടില്ല. രണ്ടാമത് പറഞ്ഞത് വലാ യക്തവൂൻ, കരിക്കൽ ചികിത്സ, ചില രോഗങ്ങൾക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന ചികിത്സാ രീതി, അതിന്റെ വേറെ രൂപങ്ങൾ ഇന്നുമുണ്ട്, എന്നാൽ ആ കരിക്കൽ ചികിത്സ അത് ചെയ്യാത്തവരാണ്. വലാ യതതയ്യറൂൻ, ശകുനം നോക്കാത്തവരുമാണ് എന്ന് പറഞ്ഞു. ഇതിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ 2 മക്രൂഹായിട്ടുള്ളതും 1 ശിർക്കുമായിട്ടുള്ളതാണ്. അഥവാ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടലും കരിക്കൽ ചികിത്സയും ഒരാവശ്യമില്ല എങ്കിൽ, ഒരാൾക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമില്ല എങ്കിൽ അത് മക്രൂഹായ കാര്യങ്ങളാണ്. എന്നാൽ യതതയ്യറൂൻ, ശകുനം നോക്കുക എന്നുള്ളത്, ഇന്നതുകൊണ്ട് ഇന്നത് ഇങ്ങനെ ആയാൽ ഒരു ഗുണമുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും തെരഞ്ഞെടുത്ത് ഇന്നതായാൽ ഒരു ഗുണമുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ അതിന്റെ വേറെ രൂപങ്ങൾ, പൂച്ച മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ അത് ദോഷമാണ്, അല്ലെങ്കിൽ തിരിഞ്ഞു വന്നാൽ ഒരു ദോഷമാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്ന ദിവസത്തിൽ ഇറങ്ങുന്നത് ദോഷമാണ്, അങ്ങനെയൊക്കെ പറയുന്നത് കാണാം. അങ്ങനെ ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്, അത് അനുവദനീയമല്ല. അതിന്റെ ഒരു തരത്തിലുമുള്ള കാര്യം അനുവദനീയമല്ല. അത് ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദമായി വരുന്നുണ്ട്. അതൊരു തരത്തിലും അനുവദനീയമല്ല. എന്നാൽ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടലും കരിക്കൽ ചികിത്സയും അതിൽ മക്രൂഹാണ്. എന്നാൽ ഒരാൾക്ക് അത്യാവശ്യം വന്നു, ഒരാൾക്ക് ആവശ്യം വന്നു എന്ന സമയത്ത് അത് മുബാഹാണ്, അനുവദനീയമായിട്ട് ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്, അയാൾക്ക് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്.
എന്നാൽ ആ അനുവദനീയമായ അവസ്ഥയിലാണെങ്കിൽ പോലും മക്രൂഹായത് എന്തായാലും ഒഴിവാക്കുന്നു എന്ന് വെക്കുക. എന്നാൽ മുബാഹായ ഒരാൾക്ക് ആവശ്യമുണ്ട്, ആ സമയത്ത് പോലും മുബാഹായ ആ കാര്യം, അനുവദനീയമായ കാര്യം അവർ ഒഴിവാക്കുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവർക്ക് ഒരു രോഗമോ മറ്റോ വന്നിട്ടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ അവർക്ക് അത് ആവശ്യപ്പെടുന്നത് തെറ്റില്ല. ബുദ്ധിമുട്ടുള്ള സമയത്ത്, ഒരു ആവശ്യമുള്ള സമയത്ത് റുഖ്യ ചെയ്യാൻ ഒരാളോട് ആവശ്യപ്പെടുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ കരിക്കൽ ചികിത്സ നടത്തുന്നത് തെറ്റല്ല. ഒരു ആവശ്യം പ്രത്യേകിച്ചില്ല എങ്കിൽ അത് മക്രൂഹ് എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആവശ്യം വന്നാൽ മുബാഹാണ് എങ്കിൽ പോലും, എന്നിട്ട് പോലും അവർ അത് ഒഴിവാക്കുകയാണ്. എനിക്ക് വേണ്ട, അത് ചെയ്യണ്ട, എനിക്കത് ആവശ്യമില്ല എന്ന നിലയ്ക്ക് അത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളായിരിക്കും. അവർ പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളായിരിക്കും. അതായത് അവരുടെ രോഗശമനത്തിന് അവർക്ക് എടുക്കാവുന്ന അനുവദനീയമായിട്ടുള്ള സബബാണ് റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ കരിക്കൽ ചികിത്സ നടത്തുക എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ശക്തമായ തവക്കുൽ എന്നുള്ള സബബ് അവർ സ്വീകരിക്കുകയാണ്. അഥവാ ലാഹിറായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള സബബാണ്, കാരണമാണ് ഒരാളോട് റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടലും കരിക്കൽ ചികിത്സ നടത്തലുമെല്ലാം. പക്ഷെ അതിനേക്കാൾ ശക്തമായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, ഇതിൽ എന്താണെങ്കിലും ഞാൻ എന്റെ റബ്ബിൽ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ അവർ തയ്യാറാകുമ്പോൾ അവർ അവരുടെ തവക്കുല് പൂർത്തീകരിക്കുകയാണ്. തവക്കുൽ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ പൂർത്തീകരണമാണ്. തൗഹീദും തവക്കുലും എന്ന് പറഞ്ഞാൽ പകുതി പകുതിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈമാനിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഇപ്പൊ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നമ്മൾ അള്ളാഹുമായിട്ടുള്ള കരാറാണ്. ഇയ്യാക നഅ്ബുദു എന്താണ്? തൗഹീദാണ്. ഇയ്യാക നസ്തഈൻ എന്താണ്? തവക്കുലാണ്. അത് രണ്ടും ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നത് കൊണ്ടാണ് അവർ വേറൊരാളോട് ഒരു കാര്യം ആവശ്യപ്പെടാതെ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുക, പ്രത്യേകിച്ച് യാചിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ഔദാര്യം ചോദിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഹറാമാണെന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ ദുർബലനാണ്, പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മാത്രം അനുവദനീയമായി നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ള ഒരാളോട് എന്തെങ്കിലും ചോദിക്കുക എന്നുള്ളത്. തൗഹീദ് പൂർത്തീകരിക്കുന്ന ആളുകൾ പൂർണ്ണമായും അള്ളാഹുവിനെ ആശ്രയിച്ച് ആളുകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഔദാര്യം പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഔദാര്യം ചോദിക്കുകയോ ചെയ്യാതെ പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, ആശ്രയിക്കുന്ന ആളുകളായിരിക്കും തൗഹീദ് പൂർത്തീകരിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളിൽ നിന്ന് മാത്രം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം, തൗഹീദ് പൂർത്തീകരിക്കാൻ യോഗ്യതയുള്ള ആളുകളാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം, അവരിൽ നിന്ന് ബൈഅത്ത് ചെയ്യുമായിരുന്നു. ഒന്നിനെയും ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല, ജനങ്ങളോടൊന്നും ആവശ്യപ്പെടരുത്, ചോദിക്കരുത് എന്ന നിലയ്ക്ക് ബൈഅത്ത് വരെ വാങ്ങിയ സംഭവം കാണാം. ഒരു ഹദീസ് നമുക്ക് വായിക്കാം, സഹീഹ് മുസ്ലിമിലെ. ഔഫ് ഇബ്നു മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, قال كنا عند رسول الله صلى الله عليه وسلم 9 أو 7. ഞങ്ങൾ 8 9 7 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൽക്കുന്ന അവസ്ഥ കുറഞ്ഞ ആളുകളാണ്, 7 8 9 10 താഴെയുള്ള ആളുകളാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിരുന്നില്ലേ? അഥവാ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് പകർത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യും. അതുപോലെ പിന്നെ അതിനുശേഷമുള്ള ഖലീഫമാരോടും കേൾവിയും അനുസരണം ഉണ്ടാകും എന്നുള്ള വിഷയത്തിൽ ഭരണാധികാരികളോട് ബൈഅത്ത് ചെയ്യും. അങ്ങനെ ബൈഅത്ത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. വകുന്ന ഹദീസ അഹ്ദിൻ ബിബൈഅ, അപ്പോ ഈ സഹാബി പറയാണ്, ഞങ്ങൾ വളരെ അടുത്ത് ബൈഅത്ത് ചെയ്ത ആളുകളാണ്, അടുത്ത് തന്നെ ബൈഅത്ത് ചെയ്ത ആളുകളാണ്. ഫഖുൽന, അപ്പോൾ അവർ പറഞ്ഞു, ഖദ് ബായഅനാക യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾ ബൈഅത്ത് ചെയ്തതാണ്, ഞങ്ങൾ നിങ്ങളായിട്ട് ബൈഅത്ത് ചെയ്തതാണ്. ثم قال, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? സ്വഹാബികൾ പറയാണ്, ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, ഖദ് ബായഅനാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ ചെയ്തതാണ്. ثم قال, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുബായിഊന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ? ഖാല, അപ്പോൾ സ്വഹാബികൾ പറയും, ഫബസത്നാ ഐദിയനാ, മൂന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ
ഒന്നുകൂടി ബൈഅത്ത് ചെയ്യാനായിരിക്കും എന്ന നിലക്ക് അവർ അവരുടെ കൈ നീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചുകൊണ്ടാണ് പുരുഷന്മാരുമായിട്ട് ബൈഅത്ത് ചെയ്യാറുള്ളത്, സ്ത്രീകളുമായിട്ട് അല്ലാതെ പറഞ്ഞുകൊണ്ട് ബൈഅത്ത് വാങ്ങാറുണ്ട്. وقلنا പറഞ്ഞു قد بايعناك يا رسول الله فعلى من نبايعك. റസൂലേ, ഞങ്ങൾ നിങ്ങളോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. തൗഹീദിന്റെ വിഷയത്തിലും ബാക്കിയുള്ള അമലുകളുടെ വിഷയത്തിലും ജിഹാദിന്റെ വിഷയത്തിലൊക്കെ ബൈഅത്ത് ചെയ്തതാണ്. ഇനി എന്തിന്റെ മേലാണ് ഞങ്ങൾ ഇനി ബൈഅത്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈനീട്ടി. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വസ്സലവാത്തിൽ ഖംസ്, 5 വഖ്ത് നിസ്കാരം നിർവഹിക്കണം. വതുതീഉ വഅസറ കലിമതൻ ഖഫിയ, എന്നിട്ട് പിന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് ശബ്ദം കുറച്ചുകൊണ്ട് പതുക്കെ ഒരു രഹസ്യം പറയുന്ന രീതിയിൽ ഒരു ഗൗരവത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തസ്അലുന്നാസ് ഷൈആ. ജനങ്ങളോട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ജനങ്ങളോട്, ആളുകളോട് നിങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് സഹാബി പറയാണ്, ഫലഖദ് റഅയ്തു ബഅദ ഉലൈക അൻ-നഫർ, ആ കൂട്ടത്തിലുള്ള ചില ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യസ്ഖുതു സൗതു അഹദിഹിം, അവർ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വടിയോ ചാട്ടയോ മറ്റോ താഴത്ത് വീണ് കഴിഞ്ഞാൽ ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹു, അത് എടുത്തു തരാൻ പോലും അവർ ഒരാളോടും ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ ജനങ്ങളോട് ചോദിക്കരുത് എന്ന് ഉദ്ദേശിക്കുന്ന സുആലുൻ നാസിന്റെ പ്രധാന ഉദ്ദേശം യാചന, ഔദാര്യം എന്ന ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇവർ ബൈഅത്ത് ചെയ്തതിനു ശേഷം അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന ഒരു വടിയോ മറ്റോ എടുത്തു തരാൻ പോലും മറ്റൊരാളോടും അവർ ചോദിക്കാറുണ്ടായിരുന്നില്ല എന്നീ സ്വഹാബി പറയാം. ഇത് എല്ലാവരിൽ നിന്നും പൊതുവായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബൈഅത്തല്ല. ചില ആളുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് സാധിക്കുമെന്നുകൊണ്ടായിരിക്കാം ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങളോട് ആവശ്യപ്പെടുക എന്നുള്ളത്, ജനങ്ങളോട് ഒരു കാര്യം ചോദിക്കുക, പ്രത്യേകിച്ച് അവരുടെ ഔദാര്യം അല്ലെങ്കിൽ യാചിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കുന്ന എതിരായിട്ടുള്ള കാര്യമാണ്. ഒരു അടിമയ്ക്ക് ഉണ്ടാവേണ്ടത് വാഹിറായ അസ്ബാബുകളെക്കാൾ അവനുണ്ടാകേണ്ടത് ബാത്തിനായിട്ടുള്ള ആന്തരികമായിട്ടുള്ള കാരണങ്ങളാണ്. അഥവാ തവക്കുലും സബുറും എല്ലാം ഉള്ള ആളുകളായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവന് തൗഹീദ് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് കാണാം. പനി മൂർച്ഛിച്ചിട്ട്, അതല്ലെങ്കിൽ പിന്നെ ജ്വരം ബാധിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള പല രോഗങ്ങളുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിനക്ക് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ ക്ഷമിക്കുന്നതാണ് നിനക്ക് ഖൈറായിട്ടുള്ളത്, എന്ന് പറഞ്ഞു കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ പ്രാർത്ഥിക്കണം തന്നെ പറയും, എന്നാൽ ചില ആളുകൾ പറയും എന്നാൽ ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞ് ആവശ്യമില്ല എന്ന നിലയ്ക്ക് ഒഴിവായി പോകാറുണ്ട്. അഥവാ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച് മാറി നിൽക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരാൾ അവന് ബാധിക്കുന്ന രോഗത്തിന്റെ മേലെ അവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ അതിന്റെ പേരിൽ എന്തെങ്കിലും രോഗം മൂർച്ഛിച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ മറ്റോ അവന്റെ മേലെ കുറ്റമില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പോലെയുള്ള ധാരാളം ഇമാം അഹ്മദ് പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ വിഷയം ചർച്ച ചെയ്തിട്ട് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതെല്ലാം അവർ തൗഹീദിന്റെ സാക്ഷാത്കാരം, മറ്റൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാതെ ചോദിക്കാതെ മറ്റുള്ള അസ്ബാബുകളെ ആശ്രയിക്കുന്നതിനേക്കാൾ ബാത്തിനായിട്ടുള്ള തവക്കുലിലും സ്വബറിലും ഈമാനിലും ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർ ആ തൗഹീദ് പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ ഈ ഹദീസിൽ ആ കൂട്ടർ അഥവാ 70,000 ആളുകൾ ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് ആവശ്യമാണ്, അവർക്ക് രോഗം മൂർച്ഛിച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് റുഖ്യ ചെയ്യാൻ ഒരു സബബിനെ ഉപയോഗിക്കൽ അവർക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്, അവർക്കത് അനുവദനീയമാണ്. ചിലപ്പോൾ ആ സബബ് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് വേറെ ദോഷങ്ങൾ അവരുടെ ശരീരത്തിന് പറ്റും. പക്ഷെ എന്നിട്ടും അവർ അത് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരാളോട് അവർ ആവശ്യപ്പെടുന്നില്ല, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ കരിക്കൽ ചികിത്സ, രോഗത്തിന് ശിഫ എന്നോണം അവർക്ക് ആവശ്യമായി വരുന്ന സന്ദർഭം ഉണ്ടായേക്കാം.
പക്ഷെ എന്നിട്ടും അവരത് ചെയ്യുന്നില്ല. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആശ്രയിച്ച് ബരമേൽപ്പിച്ചുകൊണ്ട് അവർ ക്ഷമിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് വിചാരണയില്ലാതെ സ്വർഗപ്രവേശനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഉറപ്പായും ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന ഒരേ ഒരാൾ ഉക്കാശത്ത് ഇബ്നു മിഹ്സൻ എന്ന സ്വഹാബിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരിക്കലും ഒരു തകല്ലുഫ് കൊണ്ട് അഭിനയിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടും ഈമാൻ കൊണ്ടും അമലു സ്വാലിഹാത്തുള്ള ഖുവ്വത്ത് കൊണ്ടും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ പറഞ്ഞല്ലോ ബാത്തിനായ അസ്ബാബുകളുടെ ശക്തി കൊണ്ട് ലഭിക്കുന്ന കാര്യമാണ്. ചില സഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അദ്ദേഹം ഒരു നാട്ടിൽ പോയി ആ നാട്ടുകാരോട് ദഅവത്ത് ചെയ്തു. അപ്പൊ ആ നാട്ടുകാർ ഒരു നിബന്ധന വെച്ചു. അവരുടെ ഏറ്റവും കൊടും വിഷമുള്ള ഒരു വസ്തു, വിഷം, അത് വെച്ചിട്ട് പറഞ്ഞു, ഇത് കഴിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലാത്ത അവസ്ഥയാവുകയാണെങ്കിൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്ത് ആ വിഷത്തെ കുടിക്കുകയും ഒരു കുഴപ്പവുമില്ലാതെ അവിടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ ആളുകൾ ആ നാട് മൊത്തം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ഒരു സംഭവം നമുക്ക് കാണാം. സഹിഹായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ടെല്ലാം ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവിടെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് ബാഹ്യമായ സബബിനേക്കാൾ, ബാഹ്യമായ കാരണം വിഷം കുടിച്ചാൽ മരിക്കും എന്നുള്ളതാണ്, അത് ബാഹ്യമായ സബബാണ്. അതിനേക്കാൾ ബാത്തിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള തവക്കുലും സബറും എല്ലാം ശക്തമായതുകൊണ്ടാണ് അത് സാധിച്ചത്. ഇനി ഒരാൾ അത് കണ്ടിട്ട് ഒരാൾ ചെയ്യാൻ നിൽക്കുകയാണ്, അങ്ങനെ കുടിച്ചിട്ട് ഇതാകാൻ നോക്കിയാലോ? അയാളുടെ ബാത്തിനായ സബബ് അഥവാ തവക്കുലും സബറും ഈമാനും വാഹിറായ സബബിനെ കീഴ്പ്പെടുത്താൻ മാത്രം ശക്തമല്ല എങ്കിൽ, അത്രയും ശക്തമല്ല എങ്കിൽ എന്തുണ്ടാവില്ല? അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവില്ല. അപ്പോ തവക്കുൽ, ഈമാൻ പോലെയുള്ള ബാത്തിനായ അസ്ബാബുകളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമു കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടുമെല്ലാം വളർത്തിയെടുക്കുമ്പോഴാണ് ഈ ഒരു തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയും, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? തൗഹീദ് സാക്ഷാത്കരിക്കാൻ മറ്റുള്ള ഒരാൾ മനുഷ്യനോട് അവർക്ക് സാധിക്കുന്ന ഒരു കാര്യം, അനുവദനീയമായ കാര്യം ചോദിക്കുന്നത് പോലും ഒഴിവാക്കിയ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ, മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, അവർ മരിച്ചുപോയി കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകളോട് അവരുടെ വിഷമങ്ങൾ പറയുന്നു, അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നു. അല്ലെങ്കിൽ കല്ലോ മരമോ അതിന് എന്തെങ്കിലും ഗുണം വരുത്താൻ സാധിക്കുമെന്ന നിലക്ക് അതിന്റെ ബറക്കത്ത് തേടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഒരു വൈരുദ്ധ്യമുണ്ട്, എത്ര വൈരുദ്ധ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ജനങ്ങളോടൊന്നും ചോദിക്കരുത്, അവർക്ക് കഴിയുന്ന കാര്യമാണ്, അനുവദനീയമായ കാര്യമാണ്, എന്നാൽ ജനങ്ങളോട് ചോദിക്കരുത്, ബയ്യത്ത് വാങ്ങുന്നു. എന്നാൽ ആ ഒരു ദർജയിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പരിശ്രമിക്കേണ്ട മുസ്ലിം സമൂഹം ഇന്ന് ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഖബറിൽ കിടക്കുന്ന ആളുകളോടും മരിച്ച് മണ്ണായി പോയിട്ടുള്ള ആളുകളോടും കല്ലിനോടും മരത്തിനോടും വരെ കാര്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിൽ ശിർക്കിന്റെ നിരർത്ഥകതയിലേക്ക് എത്തുന്നു. അപ്പോൾ അതാണ് നമ്മൾ തൗഹീദിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മഹത്തായ സ്ഥാനങ്ങളെ മറന്നുപോയി ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്ത് ബഹുഭൂരിപക്ഷം ആളുകളും എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായി വെക്കേണ്ട ഒരു കാര്യം തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു തക്കല്ലുഫായി നമുക്ക് സാധിക്കില്ല, അഥവാ ഒരു അഭിനയിച്ചുകൊണ്ട് നേടാൻ സാധിക്കില്ല. ശക്തമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമും ആ ഈമാനും അതിനെ നിലനിർത്തുന്ന അമലുകളും, അങ്ങനെ അള്ളാഹുവിലേക്കുള്ള ആ ബന്ധം ശക്തമാക്കുന്ന ആളുകൾക്ക്, നമ്മൾ ഒന്നുകൂടി പറഞ്ഞു, ബാത്തിനായ അസ്ബാബുകളെ വാഹിറായ അസ്ബാബുകളെക്കാൾ ശക്തമാക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുക. അപ്പോ നമ്മൾ ഒരു ലക്ഷ്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് തൗഹീദിന്റെ തഹ്ഖീഖുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പ്രതിഫലം എന്താണ്? പരലോകത്തൊന്നും അവർക്കൊന്നുമില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് യഥേഷ്ടം പ്രവേശിക്കാൻ സാധിക്കും, അവർ തൗഹീദും തവക്കുലും പൂർത്തീകരിച്ചതിന്റെ ഫലമായിട്ട്. ഈ ആയത്തുകളും ഈ ഹദീസുമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് അൽ ഖൗലു സദീദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ഷർഹിൽ ഈ ഫസ്ലിനെ വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വായിക്കുന്നത്. ബാബു മൻ ഹഖഖ തൗഹീദ് ദഖല അൽ ജന്ന ബിഗൈരി ഹിസാബ്. ഈ ബാബിലെ ഇമാം സഅദി റഹിമഹുല്ലാഹ് വിശദീകരിച്ച് പറഞ്ഞത്,
വഹാദൽ ബാബു തക്മീലു ലിൽ ബാബിൽ ലദീ ഖബ്ലഹു വതാബിഉൻ ലഹു. ഈ ബാബ് എന്നുള്ളത് കഴിഞ്ഞ മുൻപ് പറഞ്ഞ തൗഹീദ് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും അല്ലെങ്കിൽ അതിന്റെ ഫضل അറിയിക്കുന്ന ബാബിന്റെ തുടർച്ചയായിട്ടുള്ളതാണ്. فإن تحقيق التوحيد تهذيبه وتصفيته من الشرك الأكبر والأصغر. തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതും ചെറുതുമായ ശിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ശുദ്ധിയായി പരിശുദ്ധമാവുക എന്നുള്ളതാണ് ഉദ്ദേശം. വമിനൽ ബിദ്അൽ ഖൗലിയ്യത്തിൽ ഇഅ്തിഖാദിയ്യ, അതുപോലെ സംസാരത്തിലും വിശ്വാസത്തിലുമുള്ള ബിദ്അത്ത്. വിശ്വാസത്തിലുള്ള ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ അല്ലാതെയുള്ള വിശ്വാസങ്ങൾ, ഇപ്പൊ പഴച്ചുപോയ ജഹ്മിയാക്കൾ, അതുപോലെ മുഅ്തസിലിയാക്കൾ, ഖദരിയാക്കൾ, ജബരിയാക്കൾ, അങ്ങനെയുള്ള ബിദ്അയായ വിശ്വാസം അതിൽ നിന്ന് ഒഴിവാകണം. വൽ ബിദ്അൽ ഫിഅലിയ്യ വൽ അമലിയ്യ, അല്ലെങ്കിൽ കർമ്മങ്ങളിൽ വരുന്ന ബിദ്അത്തുകൾ, അഥവാ നമ്മുടെ ഇല്ലാത്ത നോമ്പ്, ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത നോമ്പ്, നിസ്കാരം, അതുപോലെയുള്ള ബിദ്അത്തുകൾ അതിൽ നിന്നെല്ലാം ഒഴിവാകണം. വമിനൽ മആസി, പാപങ്ങളിൽ നിന്ന് ഒഴിവാകണം. وذلك بكمال الإخلاص لله في الأقوال والأفعال والإرادات وبالسلامة من الشرك الأكبر المناقض لأصل التوحيد. എങ്ങനെയാണ് സാധിക്കുകയുള്ളൂ? അതായത് ശിർക്കും വലുതും ചെറുതും ഒഴിവാക്കണം, വിശ്വാസപരമായ ബിദ്അത്തിൽ നിന്ന് ഒഴിവാകണം, കർമ്മപരമായ ബിദ്അത്തിൽ നിന്ന് ഒഴിവാകണം, പാപങ്ങളിൽ നിന്ന് ഒഴിവാകണം. അപ്പോഴാണ് ഒരാൾക്ക് തൗഹീദ് തഹ്ഖീഖ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അതെങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുന്നത്? അള്ളാഹുവിലുള്ള ഇഖ്ലാസ് വാക്കിലും പ്രവർത്തനത്തിലും ഉദ്ദേശത്തിലുമെല്ലാം പൂർത്തീകരിക്കുമ്പോഴും വലിയ ശിർക്ക് അഥവാ തൗഹീദിന്റെ അടിസ്ഥാനത്തെ തകർക്കുന്ന വലിയ ശിർക്കിൽ നിന്ന് ഒഴിവാകുമ്പോഴുമാണ്. വമിന ശിർക്കിൽ അസ്ഗർ അൽ മുനാഫി ലികമാലിഹി, അതുപോലെ ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്ക്, തൗഹീദിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കുന്ന ചെറിയ ശിർക്കിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ്. വബിസ്സലാമത്തി മിനൽ ബിദ്അ വൽ മആസി അല്ലതി തുകദ്ദിറു തൗഹീദ വതംനഉ കമാലഹു, അതുപോലെ ബിദ്അത്തുകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും ഒഴിവാകുമ്പോഴാണ്. കാരണം ആ കാര്യങ്ങൾ തൗഹീദിനെ തകർക്കും. ബിദ്അത്തുകളും പാപങ്ങളും തൗഹീദിന്റെ പൂർണ്ണതയെ തകർക്കും. വതഊഖുഹു അൻ ഹുസൂലി ആസാരിഹി, ഈ തൗഹീദിന്റെ അനന്തരഫലം ലഭിക്കുന്നതിന് തടസ്സമാകും. യഥാർത്ഥത്തിൽ നമുക്ക് ഈ തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കാതിരിക്കുന്നിടത്തും, അതുപോലെ തന്നെ ഈ ഒരു പൂർണ്ണമായ ഉന്നതമായ ദറജകൾ എത്തിച്ചേരാൻ പറ്റാത്തടത്തും നമുക്കുള്ള തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളും നമ്മുടെ ദീനിലുള്ള അറിവില്ലായ്മയുമാണ്. പല ആളുകൾക്കും ഇങ്ങനെ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര ആൾക്കാർ എനിക്ക് തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരാളാകണം, അല്ലെങ്കിൽ ദീനിൽ ഉന്നതമായ ദർജയായ ഇഹ്സാനിൽ എത്തുന്ന ഒരാളാകണം, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം, ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത്, അതൊരു ഗൗരവമായ ചിന്തയായി നമുക്ക് എത്ര പേർക്കാണുള്ളത്? അവരവർ ചിന്തിക്കുക, ഞാനും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പോ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഈ പാപങ്ങളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിവാകുമ്പോഴാണ് നമുക്ക് ആ ദർജയിൽ എത്താൻ സാധിക്കണമെങ്കിൽ ഇൽമു വേണം. എന്താണ് തിന്മ, എന്താണ് പാപങ്ങൾ എന്നതിനെ കുറിച്ച്, എന്താണ് ബിദ്അത്ത്, അതിനെ കുറിച്ച് അറിയണം. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫമൻ ഹഖഖ തൗഹീദഹു, ആരാണോ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നത്, പൂർത്തീകരിക്കുന്നത്, ബിഅൻ ഇംതലഅ ഖൽബഹു മിനൽ ഈമാനി വത്തൗഹീദ് വൽ ഇഖ്ലാസ്, അവൻ എന്താണ് ചെയ്യുക? അവന്റെ ഖൽബ് ഈമാൻ കൊണ്ടും തൗഹീദ് കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും നിറക്കും. വസദ്ദഖത്ഹു അൽ അഅമാലു ബിഅൻ ഇൻഖാദത് ലിഅവാമിരില്ലാഹ് താഇഅതൻ മുനീബതൻ മുഖ്ബിതതൻ ഇലല്ലാഹ്, ആ ഈമാനിനെ സത്യപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട്, അള്ളാഹുവിനോട് താഴ്മ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും. വലം യജ്റഹ് ദാലിക ബിൽ ഇസ്റാരി അലാ ശൈഇൻ മിനൽ മആസി, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാപത്തിൽ മുസിറായിക്കൊണ്ട് തുടരുന്ന അവസ്ഥ അവനുണ്ടാവില്ല. പാപം സംഭവിക്കാം മനുഷ്യന്. ഇപ്പൊ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരാളെങ്കിലും എപ്പോഴേലും പാപങ്ങൾ സംഭവിക്കാം, പക്ഷെ അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങും. എന്തുണ്ടാകില്ല? അൽ ഇസ്റാർ ഫിൽ മഅസിയ, പാപത്തിൽ തുടരുന്ന ഒരേ ഒരു പാപം തുടർന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് അവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, ഒഴിവാകുന്നില്ല, ആ അവസ്ഥ ഉണ്ടാകില്ല, തുടരുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഫഹാദല്ലദീ യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഇങ്ങനെയുള്ള ആളാണ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. വയഖൂലു മിനസ് സാബിഖീന ഇലാ ദുഖൂലിഹാ വഇലാ തബവ്വുഇൽ മനാസിൽ മിൻഹാ, അവനാണ് സ്വർഗ്ഗത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ മഹത്തായ സ്ഥാനങ്ങളിൽ സ്ഥാനമുറപ്പിക്കുന്നത്. വമിൻ അഖസ്സി മാ യദ്ഖുലു ഫീ തഹ്ഖീഖിഹി, തൗഹീദിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതിൽ പ്രത്യേകമായിട്ടുള്ള കാര്യം കമാലുൽ ഖുനൂതി ലില്ലാഹ്, പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സ്ഥിരത നേടുക എന്നതാണ്.
അള്ളാഹുവിന് താഴ്മയോടുകൂടി അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സ്ഥിരതയുണ്ടാവുക എന്നുള്ളതാണ്. വഖുവ്വത്തി തവക്കുലി അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൽ തവക്കുലിലുള്ള ശക്തിയിലാണ്. അള്ളാഹുവിൽ എത്ര ശക്തമായിട്ടാണ് തവക്കുൽ ചെയ്യുന്നത്, അള്ളാഹുവിനെ സ്ഥിരമായി എത്രത്തോളമാണ് അനുസരിക്കുന്നത്, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് തൗഹീദ് പൂർത്തീകരിക്കാൻ സാധിക്കുക. തവക്കുൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയാതെ നമുക്ക് തവക്കുൽ ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് വീഴാൻ പോവുകയാണ്, അപ്പൊ 2 കയറുണ്ട്. ആ 2 കയറിൽ അതിന്റെ ഏതാണ് ശക്തം എന്നറിഞ്ഞാൽ നമ്മൾ അതിൽ പിടിക്കാൻ വേണ്ടി തയ്യാറാവും. അതിൽ നമുക്കൊന്നറിയാം, ഒന്ന് അതിൽ ദുർബലാണ്, പൊട്ടാനായിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പിടിക്കില്ല, ഉറപ്പുള്ളതിൽ നമ്മൾ പിടിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കണമെങ്കിൽ, അതിന് ശക്തി ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ നന്നായിട്ട് അറിയണം. അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്, അള്ളാഹുവിന്റെ കഴിവും അറിവും എല്ലാം മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ ഭരമേൽപ്പിക്കാൻ സാധിക്കുക. بحيث لا يلتفت القلب الى المخلوقين في الشأن من شؤونه. അങ്ങനെ അവൻ ഏതവസ്ഥയിലെത്തും? സൃഷ്ടികളിലേക്ക് അവന്റെ കൽബ് തിരിയുക തന്നെയില്ല ഒരു കാര്യത്തിന്റെ മേലെയും. അവന്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിന്റെ മേലെയും ഒരു സൃഷ്ടിയിലേക്ക് തിരിയേണ്ട അവസ്ഥ അവനുണ്ടാകില്ല. വലാ യസ്തശ്രിഫു ഇലൈഹിം ബിഖൽബിഹി, കൽബ് കൊണ്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് പ്രത്യേകം ഒരു പദവി, ഒരു ബഹുമാനം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതായത് നമ്മളൊരാളെ, ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവന് നമ്മളൊരു സ്ഥാനം കൊടുക്കും. പക്ഷേ ഈ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന വ്യക്തിക്ക് ഇന്ന ആളെ കൊണ്ടാണ് എനിക്ക് ഇന്നെ ലഭിക്കുന്നത് എന്ന നിലയ്ക്ക് ഒരാൾക്ക് പ്രത്യേകമായിട്ടൊരു ഷറഫ് നൽകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. വലാ യസ്അലുഹും ബിലിസാനി മഖാലിഹി ഔ ഹാലിഹി, ആളുകളോട് ഒന്നും ചോദിക്കേണ്ട ഒരവസ്ഥയിലും ആവശ്യപ്പെടേണ്ട അവസ്ഥയും ഉണ്ടാകില്ല. എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും അവസ്ഥ കാണിച്ചുകൊണ്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ അവനുണ്ടാവില്ല, അവനങ്ങനെ ചെയ്യില്ല. ബൽ യകൂനു ظاهره وباطنه وأقواله وأفعاله وحبه وبغضه وجميع أحواله كلها مقصودا بها وجه الله متبعا فيها رسول الله. അവന്റെ ബാഹ്യവും ആന്തരികവും വാക്കും പ്രവർത്തനവും അവന്റെ ഇഷ്ടവും അവന്റെ വെറുപ്പും അവന്റെ എല്ലാ അവസ്ഥയും ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പിൻപറ്റുക എന്നുള്ളത് മാത്രമായിരിക്കും. അഥവാ ദീനിൽ പൂർണ്ണമായ തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും എല്ലാത്തിൽ നിന്നും മാറി അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചിട്ടാകും. വന്നാസു ഫീ ഹാദൽ മഖാമിൽ അദീം ദറജാത്ത്, ഈ ഒരു ദറജയിൽ എത്താൻ, തൗഹീദിന്റെ ഈ ഒരു മഹത്തായ അവസ്ഥയിൽ തന്നെ ആളുകൾ വ്യത്യസ്ത ദറജകളിലാണ്, ആളുകൾ വ്യത്യസ്ത അവസ്ഥയിലാണുള്ളത്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് സൂറത്തുൽ അൻആമിലെ 132-ാമത്തെ ആയത്ത് കൊടുക്കാൻ, വലികുല്ലിൻ ദറജാത്തുൻ മിമ്മാ അമിലു, ഓരോ ആളുകളും അവർ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ദർജകളിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ദീനിൽ എത്തിച്ചേരാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് നമ്മുടെ ഇൽമു കൊണ്ടും അമല് കൊണ്ടും നമ്മുടെ ജിഹാദ് കൊണ്ടും തഖ്വ കൊണ്ടും ഈമാന് കൊണ്ടും എല്ലാം എത്തിപ്പിടിക്കേണ്ട സ്ഥാനങ്ങളും ദർജകളും ഒരുപാടുണ്ട്. അതവർ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ അതിൽ അശ്രദ്ധമായിക്കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ആ നിലക്കാണ് എങ്കിൽ അത് ഗഫലത്തിലേക്കുള്ള മാർഗമാണ്. അത് മെല്ലെ മെല്ലെ ശൈത്താൻ നമ്മളെ അശ്രദ്ധയിലേക്ക് എത്തിച്ചേർക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. എപ്പോഴും ഒരു മത്സരത്തിലായിരിക്കണം അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ ഉന്നതമായ ദർജയിൽ എത്താൻ വേണ്ടി. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, വലൈസ തഹ്ഖീഖുത് തൗഹീദ് ബിത്തമന്നി വലാ ബിദ്ദഅവ അൽ ഖാലിയ മിനൽ ഹഖായിഖ്. തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഓരോ വ്യാമോഹം വെച്ച് നടന്നുകൊണ്ടോ അല്ലെങ്കിൽ നാവുകൊണ്ട് വെറുതെ പറഞ്ഞു നടന്നുകൊണ്ടോ കിട്ടില്ല. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ എത്തിപ്പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ വെറും വാക്കുകൊണ്ട് പറഞ്ഞിട്ടോ ഒരാൾക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റൂല. അവൻ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേ സാധിക്കുകയുള്ളൂ. ولا بالحل العاطلة وإنما ذلك بما وقر في القلوب من عقائد الإيمان وحقائق الإحسان. അപ്പോൾ ഇത് അതല്ലാതെയുള്ള വെറുതെ ചില ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങൾ കൊണ്ടെല്ലാം നേടാൻ സാധിക്കുന്ന കാര്യമല്ല തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടത് അവരുടെ ഖൽബിൽ യഥാർത്ഥ അഖീദ ഈമാൻ ഉറക്കണം. അതുപോലെ തന്നെ ഇഹ്സാനിൽ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ അവന്റെ കർമ്മങ്ങളിൽ ഉണ്ടാകണം. വസദ്ദഖത്ഹുൽ അഖ്ലാഖുൽ ജമീല, അതിനെ സത്യപ്പെടുത്തുന്നതായിരിക്കും അവന്റെ മഹത്തായ നല്ല സ്വഭാവ ഗുണങ്ങൾ. വൽ അഅമാലുസ് സാലിഹത്തുൽ ജലീല,
ഏറ്റവും മഹത്തായിട്ടുള്ള നല്ല സൽക്കർമ്മങ്ങൾ അവന്റെ ആ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നതിനെ സത്യപ്പെടുത്തും. ഫമൻ ഹഖഖ തൗഹീദ അലാ ഹാദൽ വജ്ഹ്, ഈ രൂപത്തിൽ ആരാണോ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നത്, സാക്ഷാത്കരിക്കുന്നത്, حصلت له جميع الفضائل المشار إليها في الباب السابق بأكملها والله أعلم. അങ്ങനെയുള്ളവനാണ് കഴിഞ്ഞ ബാബിൽ നമ്മൾ പറഞ്ഞ തൗഹീദിന്റെ ഫضലുകൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ബാബിൽ കഴിഞ്ഞ ദർസുകൾ പറഞ്ഞു. ആ എല്ലാ ഫضലുകളും ലഭിക്കാൻ സാധിക്കുന്നത് ഈ രീതിയിൽ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ആ ബാബിന്റെ വിശദീകരണം അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ് തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളത്. അതിന് ഈ ബാബിൽ നമ്മൾ ഓതിയ ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുള്ള ആയത്ത്, അതുപോലെ തന്നെ സ്വർഗപ്രവേശനം ലഭിക്കുന്നവർ ശിർക്ക് ചെയ്യാത്തവരാണ് എന്നുള്ള ആയത്ത്, അതുപോലെ വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ അവർക്ക് ആവശ്യമുണ്ടായിട്ടും അവർ ആവശ്യക്കാരായിട്ടും അവർക്ക് അനുവദനീയമായിട്ടും മറ്റൊരാളോട് ആവശ്യപ്പെടുന്നത് റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുന്നതും അതുപോലെ കരിക്കൽ ചികിത്സ ചെയ്യുന്നതുമെല്ലാം ഒഴിവാക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ ശകുനം നോക്കുന്നത് ശിർക്കാണ്, ഹറാമാണ്, ഏത് സാഹചര്യത്തിലും ഹറാമാണ്. അത് ശകുനം നോക്കാതെ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ആന്തരികമായ അസ്ബാബുകളെ, അള്ളാഹുവിൽ നിന്ന് കാര്യം നേടിയെടുക്കാനുള്ള കാരണങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്തെത്താൻ നമ്മൾ പരിശ്രമിക്കുക, അതിന് അറിവ് നേടുക, കർമ്മങ്ങൾ ചെയ്യുക, ശിർക്കിൽ നിന്നും ശിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ബിദ്അത്തിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുക. പാപങ്ങൾ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുക. ഒരിക്കലും ഒരു പാപത്തിൽ മുസിറായിക്കൊണ്ട് തുടർന്നു പോകുന്ന അവസ്ഥയില്ലാതെ നമ്മൾ സ്വന്തത്തെ ശ്രദ്ധിക്കുക. എന്നീ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് സമയമെടുത്ത് പരിശീലിച്ചെത്തേണ്ട കാര്യമാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തൗഹീദ് സാക്ഷാത്കരിക്കുന്നവർക്ക് വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗപ്രവേശനമുണ്ട് എന്ന് ഈ ബാബിലൂടെ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അടുത്ത ബാബുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകൾ നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും പഠിക്കാൻ മനസ്സിലാക്കുക. സാധിക്കുന്ന ആളുകൾ ഇതിന്റെ മത്തിന് കിട്ടും, മൊബൈലിൽ PDF ഒക്കെ ആയിട്ട് കിട്ടും. എന്താ വെച്ചാൽ കിതാബ് തൗഹീദിൽ അധികം ഹദീസുകളും ആയത്തുകളാണുള്ളത്. അപ്പൊ അത് കുറെ തവണ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ ലഭിക്കും. അപ്പോൾ മൊബൈലിലോ അല്ലെങ്കിൽ PDF പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ മത്തിനുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാബിന്റെയും മാത്രം വായിച്ചു നോക്കി അതിന്റെ ആശയങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കുടുംബത്തിലും നമ്മൾ ദഅവത്ത് ചെയ്യുന്ന സന്ദർഭത്തിലും വളരെ ഉപകാരമുള്ള കാര്യമായിരിക്കും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.